അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത് കാണാം. ഖുയ്യിറ സുലൈമാൻ അലൈഹിസ്സലാം ബൈനൽ ഇൽമി വൽ മാലി വൽ മുൽക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിനിക്ക് 3 വിഷയങ്ങൾ നൽകി. ഇതിൽ ഏതും തിരഞ്ഞെടുക്കാം. അതായത് ഒന്ന് ഇൽമ്, രണ്ടാമത്തത് മുതൽ, മൂന്നാമത്തത് അധികാരം. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു അവസരം സുലൈമാൻ നബി അലൈഹിസ്സലാമിനിക്ക് അള്ളാഹു ഒരവസരത്ത് നൽകി. ആ സമയത്ത് ഫഖ്താറൽ ഇൽമ, സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഇൽമിനെയാണ് തിരഞ്ഞെടുത്തത്. ആ കാരണത്താൽ ഫഅഅതാഹുല്ലാഹു അൽ മാല വൽ മുൽക. അള്ളാഹു പറഞ്ഞത് ഏതെങ്കിലും ഒന്നിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നിട്ട് തിരഞ്ഞെടുത്താൽ മറ്റേത് 2 കിട്ടൂല. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ തിരഞ്ഞെടുത്തത് മുതലിനെയോ അധികാരത്തിനെയോ ഒന്നുമല്ല, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനും ആ ഇൽമിനെയാണ് അവിടെ നിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം തിരഞ്ഞെടുത്തത്. ആ നല്ലൊരു കാര്യം തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിനിക്ക് അതോടുകൂടെ ഇൽമും കൊടുത്തു, ചോദിച്ചത് ഇഷ്ടപ്പെട്ടത് കൊടുത്തു. അതോടുകൂടെ ഇൽമിനെ തിരഞ്ഞെടുത്തതിൻ്റെ ബറക്കത്തിനാൽ അള്ളാഹു മുതലും അധികാരം കൊടുത്തു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട വലിയൊരു പാഠം, നാം മുതലിൻ്റെയോ അധികാരത്തിൻ്റെയോ പിന്നാലെ പോയാൽ ചിലപ്പോൾ നമുക്കത് കിട്ടണമെന്നില്ല. ഇനി കിട്ടിയാലും അത് വലിയ നാശമായിരിക്കും, വലിയ ഫിത്നയായിരിക്കും. അതേ സമയത്ത് ഇൽമിൻ്റെ പിന്നാലെ പോയാൽ നാം അറിയാതെ തന്നെ മുതലും അധികാരം സ്ഥാനങ്ങളൊക്കെയും കിട്ടുമെന്നാണ് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഏത് സമയത്തും ഇൽമിനോട് നല്ല താല്പര്യമുള്ളവരാകണം. പഠിക്കുക, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുക, അവൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കുക. അങ്ങനെ ഇൽമ പഠിക്കാൻ വലിയ ആശ ഉള്ളവരാകണം, വലിയ കൊതിയുള്ളവരാകണം. നമുക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മൻ അറാദ ദുനിയ ഫഅലൈഹി ബിൽ ഇൽമ. ഒരാൾ ദുനിയാവിനെയാണ് ഉദ്ദേശിക്കുക, ദുനിയാവ് അയാൾക്ക് വേണമെന്ന് അയാൾക്ക് കൊതിയുണ്ടെങ്കിലും അതിന് പിന്നാലാണെങ്കിലും ഓടുകയാണെങ്കിലും അയാൾക്ക് അവിടെ നിർബന്ധമാണ് വിവരമാണ്, ഇൽമാണ്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതായത് ദുനിയാവും ശരിക്ക് വിജയിക്കണമെങ്കിൽ ഇൽമ വേണം, ഇൽമില്ലെങ്കിൽ ഒന്നും കിട്ടൂല. വമൻ അറാദൽ ആഖിറ ഫഅലൈഹി ബിൽ ഇൽമ. ആഖിറ ഉദ്ദേശിക്കുകയാണെങ്കിലും അവിടെ ഇൽമ വേണം. അപ്പൊ ഏതും ഒരു പൂർണ്ണമായി കിട്ടണമെങ്കിൽ ഇൽമില്ലാതൊന്നും നടക്കില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയണം. വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ്. അതെ, ദുനിയാവും കൂടി വിജയിച്ച് കിട്ടണമെങ്കിൽ നല്ല വിവരമുള്ളവർക്ക് മാത്രമല്ലേ ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കാനും അതിൻ്റെ പിന്നാലെ ഓടാൻ കഴിയാം. അപ്പോൾ മൊത്തത്തിൽ ഇൽമ് എന്ന് പറയുന്നത്, പഠനം എന്ന് പറയുന്നത്, പഠിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു വിഷയമാണ്. വീണ്ടും മഹാന്മാർ പറയുന്നത് കാണാം, അന്ന ദുനിയ യുഅ്തിയല്ലാഹു മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. ഈ ദുനിയാവെന്നുള്ളത് ചിലപ്പോൾ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവർക്കും നൽകും, ഇഷ്ടപ്പെടാത്തവർക്കും നൽകും. എന്ന് പറഞ്ഞാൽ ദുനിയാവ് നൽകുന്നത് അവൻ്റെ ഇഷ്ടത്തിനെ അനുസരിച്ചല്ല. ദുനിയാവിൽ ഒരാൾക്ക് കിട്ടി എന്നതുകൊണ്ട് അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടു എന്നോ അള്ളാഹു അവനെ പൊരുത്തപ്പെട്ടു എന്നോ അങ്ങനൊന്നും കരുതാൻ പറ്റൂല. എത്രയോ ധിക്കാരികൾക്കും എത്രയോ അള്ളാഹുവിനെ വെറുത്ത് നടക്കുന്നവർക്ക് പോലും അള്ളാഹു ധാരാളം ദുനിയാവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ദുനിയാവ് നൽകുന്നത് അവൻ ഇഷ്ടപ്പെട്ടവർക്ക് നൽകും, ഇഷ്ടപ്പെടാത്തവർക്ക് നൽകും. അതേ സമയത്ത് വലാ യുഅ്തിൽ ഇൽമ ഇല്ലാ മൻ യുഹിബ്ബുഹു മിനൽ അബ്റാർ. അതേ സമയത്ത് അള്ളാഹു ഇൽമ നൽകുക എന്നുള്ളത് അവൻ ഇഷ്ടപ്പെട്ട നല്ലവർക്ക് മാത്രമേ ആ തൗഫീക്ക് കിട്ടുകയുള്ളൂ. ദുനിയാവ് ആർക്കും കിട്ടാം, ഇൽമ് അവന് ഇഷ്ടപ്പെട്ട
അവനിഷ്ടപ്പെട്ടവർക്ക് മാത്രമേ. അപ്പൊ ഇൽമ ഒരാൾക്ക് കിട്ടി, അതുപോലെ അനുസരിക്കാനും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനും തൗഫീക്ക് കിട്ടിയാൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടയാളമാണ്. മൊത്തത്തിൽ ഇൽമ് പഠിക്കുക എന്ന് പറയുന്നത് അത് വലിയ മഹത്വമുള്ളൊരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം ഇൽമ് പഠിക്കാൻ അവൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.